എന്റെ ഇരിക്കുന്നതാണ് ഒരു പ്രഷർ വെസൽ. ഇത് സാധാരണ പ്രഷർ പമ്പിന്റെ മുകളിലായിട്ട് വെക്കുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു 2 ലിറ്റർ, 8 ലിറ്റർ, 24 ലിറ്റർ, 35, 60, 100, 500, 1000 അങ്ങനെ പ്രഷർ വെസൽ ഇങ്ങനെ നീണ്ടുപോകും ലിറ്റർ കപ്പാസിറ്റിയിൽ. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് മെക്കാനിക്കൽ ടൈപ്പ് പ്രഷർ സ്വിച്ച് വയ്ക്കുന്ന എല്ലാ ബൂസ്റ്റർ പമ്പുകളിലും നമുക്ക് ഈ ഒരു ടാങ്ക് വെച്ചേ മതിയാവുള്ളൂ. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ഔട്ടറിൽ കാണുന്നതെല്ലാം തന്നെ ഒരു മെറ്റൽ ബോഡി ആയിരിക്കും. ഇപ്പൊ നമ്മൾ 500 ലിറ്റേഴ്സിന് മേളിലോട്ട് പോകുമ്പോൾ FRP ടൈപ്പിലും ഈ ഔട്ടർ കേസിംഗ് വരാറുണ്ട്. ഈ മെറ്റൽ ടാങ്കിന്റെ ഉള്ളിലായിട്ട് ഒരു റബ്ബർ ബ്ലാഡർ ഉണ്ടാവും. ഈ കാണുന്ന പോലെ ഈ ഒരു ബ്ലാഡറിന്റെ ഉള്ളിലായിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ലോഡ് ആവുകയും അതുപോലെ ഇതിനകത്ത് സ്റ്റോർ ആവുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ടൈമിൽ കമ്പനികളെല്ലാം തന്നെ ഒരു 2.5 ബാർ പ്രീസെറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു എയർ ഇതിനകത്ത് പമ്പ് ചെയ്ത് അതും ലോഡ് ചെയ്ത് വെച്ചേക്കും. എങ്ങനെയാണ് ഈ ഒരു പ്രഷർ വെസൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു 24 ലിറ്ററിന്റെ ഒരു പ്രഷർ വെസലാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ പമ്പ് ഓൺ ആവുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന ഒരു ബ്ലാഡറിന്റെ ഉള്ളിലോട്ട് അങ്ങ് കയറും. അപ്പൊ ഇത് വികസിച്ച് ഒരു 24 ലിറ്റർ വെള്ളം ഇതിനകത്ത് അങ്ങ് ലോഡാവും. നമ്മൾ പ്രഷർ സ്വിച്ചിനകത്ത് മാക്സിമം പ്രഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാക്സിമം പ്രഷർ എത്തുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആയിട്ട് ഇതൊരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് അങ്ങ് നിൽക്കും. ഒരു റിസർവ് വാട്ടർ പോലെ ഇത് അങ്ങ് നിൽക്കും. എന്നിട്ട് എപ്പോഴാണോ നമ്മൾ ടാപ്പ് തുറക്കുന്നത്, നമ്മളൊരു കൈ കഴുകാൻ അല്ലെങ്കിൽ മുഖം കഴുകാനായിട്ട് നമ്മൾ ഒരു 5 ലിറ്ററോ അല്ലെങ്കിൽ 10 ലിറ്ററോ എടുക്കുന്നത് വരെ ഈ ഒരു ടാങ്കിൽ നിന്നായിരിക്കും ഡിസ്ചാർജ് ആവുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ സമയത്ത് പമ്പ് വർക്ക് ചെയ്യത്തില്ല. ഈ ടാങ്കിൽ നിന്നാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈ ടാങ്കിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി വെള്ളം ഡിസ്ചാർജ് ആവുന്നു എന്നത് നമ്മുടെ പ്രഷർ സ്വിച്ചിൽ മിനിമം ബാർ എത്രയാണോ പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി വെള്ളം ഡിസ്ചാർജ് ആവുന്നത് എന്ന് തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് പ്രഷർ വെസലിൽ മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ എന്ന് പറയുന്നത് 10 ബാർ ആണ്. 10 ബാറിന് മുകളിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബ്ലാഡർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും 10 ബാറിന് താഴെ മാത്രമേ പ്രഷർ കൊടുക്കാവൂ. നമ്മുടെ പ്രഷർ വെസലിന്റെ കപ്പാസിറ്റി കൂട്ടി കഴിഞ്ഞാൽ, അതായത് 24 ലിറ്ററിന് പകരം നമ്മൾ 60 ലിറ്ററോ 100 ലിറ്ററോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പിന്റെ പീരിയോഡിക് ഓൺ ഓഫ് ആവുന്ന ആ ഒരു പ്രശ്നമുണ്ട്. അത് ചിലർക്ക് ഡിസ്റ്റർബൻസ് ആവാറുണ്ട്. ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് 2-3 പേര് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പമ്പ് ഓൺ ഓഫ് അങ്ങനത്തെ ആ ഒരു പ്രശ്നം വരും. അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ടാങ്കിന്റെ കപ്പാസിറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റിസർവ് വാട്ടർ കൂടുകയും പീരിയോഡിക് ആയിട്ട് വരുന്ന ഓൺ ഓഫ് സിസ്റ്റം നമുക്ക് കുറയ്ക്കാനും പറ്റും.